Hi friends, ജാബ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ എന്താ പറയുക, ഒരു കിടിലൻ ചായ ഉണ്ടാക്കി കേട്ടോ. ചായ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാക്കാറ്, പക്ഷെ ഇതൊരു വെറൈറ്റി ആയിട്ടാണ്. പാലില്ലാണ്ട് നമ്മൾ മുട്ട യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചായ ഉണ്ടാക്കിയിരിക്കുന്നത്. പണ്ടുള്ള ആൾക്കാരൊക്കെ മുട്ട യൂസ് ചെയ്തിട്ടാണ് ചായ ഉണ്ടാക്കിയത്. നല്ല കിടിലൻ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇപ്പോൾ നേരെ ഉണ്ടാക്കിയൊക്കെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിനെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലേക്ക് ഒന്ന് എനേബിൾ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തുന്നതാണ്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് നേരെ മുട്ടയായ ഉണ്ടാക്കിയേക്കാലോ. അപ്പോൾ നേരെ അങ്ങോട്ട് വീഡിയോ ആയിട്ട് പോകാം. അങ്ങനെ ഇതൊരു പാത്രത്തിലേക്ക് 2 ഗ്ലാസ് വെള്ളമായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഏകദേശം 2 ഗ്ലാസ് ചായയാണ് നമ്മളിന്ന് ഉണ്ടാക്കി നോക്കുന്നത്. അങ്ങനെ വെള്ളം ഇതാ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഏലക്കാപ്പൊടി ഇട്ടോ 2-3 ഉണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി യൂസ് ചെയ്യാം കേട്ടോ. നല്ല കിടിലൻ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. 2 ടീസ്പൂൺ ചായപ്പൊടി ഇട്ടോ. ഒരു ഗ്ലാസ്സിന് 1 ടീസ്പൂൺ ചായപ്പൊടി എന്നതിലേക്കാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി സ്ട്രോങ് വേണം എന്നുള്ളവർക്ക് അല്പം കൂടുതൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതൊന്ന് മിക്സാക്കി എടുക്കുക. അതേപോലെ തന്നെ ഷുഗർ നിങ്ങൾക്കുള്ള അളവിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഞാൻ ഒരു ഗ്ലാസ്സിന് 1.5 സ്പൂൺ എന്നുള്ള നിലക്കാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടത്തിന് ഷുഗർ കുറയ്ക്കണമെങ്കിൽ കുറക്കുക, കൂട്ടണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ ചെറിയ തീയിൽ തന്നെ വെച്ചേക്കുക, ഹൈ ഫ്ലെയിം ആക്കരുത്. ഇനിയാണ് പാലില്ലാത്ത പാൽച്ചായ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. പഴയ ആളുകളൊക്കെ സ്ഥിരമായി ചെയ്തിരുന്ന സംഭവമാണ്. മുട്ടച്ചായ എന്നും പേരുണ്ട്. ഇതിനായിട്ട് ഇത് ഒരു മുട്ട നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരു മുട്ടക്ക് 2 ഗ്ലാസ് ചായ നമുക്ക് തയ്യാറാക്കാം. അതും മുട്ടയുടെ യാതൊരുവിധ സ്മെല്ലും ഇല്ലാതെ ഈ മുട്ടച്ചായ നമുക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ. ഇതേപോലെ മുട്ട പൊട്ടിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്പൂൺ എടുത്താണ്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക. ഏകദേശം ചുരുങ്ങിയത് 1 മിനിറ്റ് എങ്കിലും ബീറ്റ് ചെയ്തെടുക്കണം. എന്നാലേ കറക്റ്റ് ആ ചായൻ്റെ പരുവത്തിൽ കിട്ടുകയുള്ളൂ. അങ്ങനെ ഇതാ ഇവിടെ നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ എടുത്തതിന് ശേഷം ചെറിയ തീയിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന തേയിലവെള്ളം ഒരു അരിപ്പ് വെച്ചുകൊണ്ട് ഒരു പാത്രത്തിലേക്ക് അരിക്കാൻ പോവുകയാണ്. ഇതേപോലെ അരിച്ചങ്ങോട്ട് മുഴുവനായിട്ട് അങ്ങോട്ട് എടുക്കുക. നല്ല ടേസ്റ്റോടെ ഈ ചായ ഇങ്ങനെ തയ്യാറാക്കണത് നിങ്ങൾ ഒരു തവണെങ്കിലും തയ്യാറാക്കി നോക്കണം. അങ്ങനെ തേയിലവെള്ളം ഇത് അവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് പെട്ടെന്ന് തന്നെ നമ്മൾ ബീറ്റ് ചെയ്ത മുട്ടയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് പെട്ടെന്ന് ചെയ്യേണ്ട പരിപാടിയാണ്. ചെറുതായിട്ട് അങ്ങോട്ട് ചെയ്ത് കൊടുക്കരുത്. ഇനി തിരിച്ച് ഓപ്പോസിറ്റ് നമ്മൾ ആ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ 2 ഗ്ലാസ് ചായ നമുക്ക് തയ്യാറാക്കി കിട്ടും. നമ്മൾ ചെറുതായിട്ടാണ് മുട്ടയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ മുട്ട പിരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ആക്കാൻ നോക്കുക. അങ്ങനെ ടേസ്റ്റി ആയ ചായ അവിടെ റെഡി ആയിട്ടുണ്ട്. ചായ എന്ന് പറഞ്ഞാൽ കടുപ്പത്തിലായിരിക്കാം കേട്ടോ. അതാണ് അതിൻ്റെ ഒരു വെറൈറ്റി. ഇനി അങ്ങനെ 2 ഗ്ലാസ്സിലേക്ക് ഇതേപോലെ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്താൽ അങ്ങനെ റെഡി. ഒന്ന് കുടിച്ചു നോക്കിയാൽ വേറെ ലെവൽ ടേസ്റ്റാണ് കേട്ടോ. മുട്ടച്ചായ എന്ന് പറഞ്ഞാൽ പണ്ട് കാലങ്ങളിലൊക്കെ ആൾക്കാർ വളരെയധികം കുടിച്ചത് നല്ല സ്വാദിഷ്ടമായ സാധനമാണ് കേട്ടോ. അപ്പോൾ ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിതിൻ്റെ റിസൾട്ട് എന്ന് നോക്കാം. ഒന്ന് കുടിച്ചു നോക്കട്ടെ. അതിന് മുട്ടച്ചായ അവിടെ അടിപൊളിയായിട്ട് ആയിട്ടുണ്ട്. നമുക്കൊന്ന് കുടിച്ചു നോക്കിയാൽ എങ്ങനെ ഉണ്ടെന്ന്. നല്ല കിടിലൻ ടേസ്റ്റ് കേട്ടോ. ആ മുട്ടൻ്റെ ചോയ കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല. നമ്മുടെ ഏലക്കായൻ്റെ നല്ല കിടിലൻ ചോയ കേട്ടോ. ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ല കിടിലൻ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതൊന്ന് കുടിച്ച് സെറ്റാക്കിക്കോട്ടെ.